മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന ചിത്രത്തിലെ ആദ്യ ഗാനം പുറത്തുവിട്ടു കഴിഞ്ഞു. ഇസബല്ല എന്ന് തുടങ്ങുന്ന ഗാനം പാടിയിരിക്കുന്നത് മോഹൻലാൽ തന്നെയാണ്. ലിഡിയൻ നാദസ്വരം കമ്പോസ് ചെയ്തിരിക്കുന്ന ഗാനം സ്റ്റുഡിയോയിൽ നിന്നും പാടുന്ന മോഹൻലാലിന്റെ വീഡിയോ ആണ് പുറത്തുവിട്ട ഗാനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞൊടിയിടയിൽ തന്നെ ഗാനം വൈറലായിരിക്കുകയാണ്. ഇസബല്ല എന്ന ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് വിനായക് ശശികുമാറാണ്. വിദേശ ഓർക്കസ്ട്ര ടീമാണ് പാട്ടിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. ഡിസംബർ 25-ന് ക്രിസ്മസ് റിലീസായിട്ടാണ് ബറോസ് തിയേറ്ററിലേക്ക് എത്തുന്നത്. മികച്ച പ്രതികരണങ്ങളായിരുന്നു സിനിമയുടെ ട്രെയിലറിന് ലഭിച്ചത്. സിനിമയുടെ വെർച്വൽ 3D ട്രെയിലർ പുറത്തിറങ്ങിയത്. കുട്ടികൾക്കുള്ള ചിത്രമായാണ് ബറോസ് ഒരുങ്ങുന്നത്. അതേ കുട്ടികൾക്ക് ആസ്വദിക്കാവുന്ന രീതിയിൽ തന്നെയാണ് മോഹൻലാൽ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഇസബല്ല എന്ന ഗാനവും എത്തിയിരിക്കുന്നത്. ഇസബല്ല എന്ന ഗാനത്തിന് മികച്ച രീതിയിലുള്ള റെസ്പോൺസും ലഭിച്ചു എന്നതും കൗതുകരമായി കാണാവുന്നതാണ്. കണ്ണടച്ചി പാട്ട് കേൾക്കണം, മികച്ച ഫീലാണ് എന്ന് പറയുന്നവർ കമന്റ് ബോക്സുകളിൽ എത്തിയിട്ടുണ്ട്. നടൻ, ഡയറക്ടർ, പാട്ടുകാരൻ അങ്ങനെ എല്ലാം ഇവിടെ ഓക്കെയാണ്. ചുമ്മാതല്ല കംപ്ലീറ്റ് ആക്ടർ എന്ന് വിളിക്കുന്നതെന്നും പ്രേക്ഷകർ പറയുന്നു. ഫീലുണ്ട്, വെറുപ്പിക്കലില്ല, മനോഹരം ലാലേട്ട. 15 വയസ്സുള്ള മ്യൂസിക് ഡയറക്ടർ, 30 വയസ്സുള്ള ലിറിസിസ്റ്റ്, 64 വയസ്സുള്ള മൂവി ഡയറക്ടർ, ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഈ സിനിമയിലുണ്ട് എന്ന് കാട്ടിത്തരുന്നവരും ഇതിനൊപ്പം എത്തി. എന്തായാലും ഒരു ഗംഭീര ഫീൽ ഗുഡ് പാട്ട് തന്നെയാണ് നമുക്ക് വേണ്ടി മോഹൻലാൽ അവതരിപ്പിച്ചിരിക്കുന്നത്. മോഹൻലാലിന്റെ വോയിസിലാകുമ്പോൾ ആരാധകർ ഏറ്റെടുക്കുമല്ലോ. അതും ഗംഭീരമായി തന്നെ എത്തിയിട്ടുണ്ട്. ലിഡിയൻ ഈ ചിത്രത്തിന് വേണ്ട രീതിയിൽ തന്നെയാണ് ബറോസിലെ ഗാനം ഒരുക്കിയിരിക്കുന്നത് എന്നും പ്രേക്ഷകർ വിലയിരുത്തി കഴിഞ്ഞു. മികച്ച റെസ്പോൺസ് ലഭിക്കുമ്പോൾ അണിയറ പ്രവർത്തകരും ഹാപ്പിയാണ്. എന്തായാലും ബറോസിന്റെ ഓരോ കാര്യങ്ങളും പ്രേക്ഷകർ ശ്രദ്ധ നേടുമ്പോൾ മോഹൻലാൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമായ ബറോസ് റിലീസിന് ഒരുങ്ങുകയാണ്. ആരാധകർ കാത്തിരിക്കുന്ന ഈ ചിത്രത്തിൽ മോഹൻലാൽ പ്രധാന കഥാപാത്രമായും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ബറോസിന്റെ സംവിധാനവും ചിത്രത്തിലെ അഭിനയവും നിർവചനയെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മോഹൻലാൽ ഇപ്പോൾ. ഏതാണ്ട് 46 വർഷം അഭിനയിച്ചതിന് ശേഷമാണ് ഞാനൊരു സിനിമ സംവിധാനം ചെയ്യുന്നത്. ഇത്രയും കാലത്തെ അനുഭവ പരിജ്ഞാനം അഭിനയത്തിലുപരി സിനിമയുടെ മറ്റ് സാങ്കേതിക വശങ്ങളെക്കുറിച്ചും അറിവ് പകർന്നു തന്നിട്ടുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ബറോസ് മുൻകൂട്ടി പ്ലാൻ ചെയ്ത സിനിമയല്ല. ഒരു 3D പ്ലേ ചെയ്യാനുള്ള ചർച്ചകളിൽ നിന്നാണ് ബറോസ് രൂപപ്പെട്ടത്. എങ്ങനെയാണ് ബറോസിന്റെ സംവിധാനത്തിലെത്തിയത് എന്ന ചോദ്യത്തിന് മോഹൻലാൽ വിശദീകരണം നൽകിയിട്ടുണ്ട്. മൈ ഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോ തന്നെ ബറോസും സംവിധാനം ചെയ്യണമെന്നാണ് ആഗ്രഹിച്ചതെന്നും എന്നാൽ അദ്ദേഹത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ ആ അവസരം തന്നിലേക്ക് വരികയായിരുന്നുവെന്നും മോഹൻലാൽ പറയുന്നു. ലൈഫ് ടൈമിൽ നമുക്ക് കിട്ടുന്ന അവസരം മാത്രമല്ല, ഇത് അനുഗ്രഹം കൂടിയാണ്. ചില കാര്യങ്ങൾ നമ്മളിലേക്ക് വരുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് നല്ലതല്ല എന്നാണ് എന്റെ അനുഭവം. മോഹൻലാൽ പറയുന്നത് ഇങ്ങനെ. ബറോസിന്റെ ട്രെയിലർ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ബറോസിന്റെ ഹിന്ദി ട്രെയിലർ മോഹൻലാൽ ലോഞ്ച് ചെയ്തത്. അതിനും ഗംഭീര പ്രതികരണമാണ് ലഭിച്ചത്. ഹോളിവുഡ് ലെവൽ സിനിമ എന്ന വാക്ക് വരെ ബോളിവുഡ് പ്രേക്ഷകരിൽ നിന്നും മോഹൻലാലിന് കിട്ടി. ഡിസംബർ 25-ന് ക്രിസ്മസ് റിലീസായി കേരളത്തിൽ ബറോസ് എത്തുകയാണ്. ഹിന്ദി പതിപ്പ് ഡിസംബർ 27-നാണ് റിലീസ് ചെയ്യുന്നത്. എന്തായാലും റിലീസിനോട് അടുക്കുമ്പോൾ ചിത്രത്തിന്റെ വിദേശ റിലീസുകളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പങ്കുവയ്ക്കുകയാണ്. UK-യിൽ സ്ക്രീനിംഗ് ചെയ്യുന്ന തിയേറ്ററുകളിലെ ലിസ്റ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആദ്യഘട്ട തിയേറ്റർ ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് അവിടുത്തെ അണിയറ പ്രവർത്തകർ. ചിത്രം അവിടെ ഡിസംബർ 25-ന് തന്നെ എത്തുകയാണ്. ഇനിഷ്യൽ തിയേറ്റർ ലിസ്റ്റ് എന്ന് പറഞ്ഞ് പങ്കുവച്ചതിൽ തന്നെ നിരവധി തിയേറ്ററുകളിൽ ഈ ചിത്രം പ്രദർശിപ്പിക്കുന്നു എന്നതാണ് കൗതുകരം. ഒരു മലയാള സിനിമയ്ക്ക് ഇത്രയും വലിയൊരു തിയേറ്റർ ലിസ്റ്റ് തന്നെ അത്ഭുതകരമായി തോന്നുന്നു. ഗ്രാൻഡ് റിലീസ് തന്നെയാണ് UK-യിൽ ഫിലിം RFT ബറോസിലൂടെ നടത്താൻ പോകുന്നത്. മികച്ച ഒരു ത്രില്ലിംഗ് സിനിമാറ്റിക് എക്സ്പീരിയൻസിന് തയ്യാറായിക്കൊള്ളാനാണ് എല്ലാവരുടെയും അവർ പറഞ്ഞിരിക്കുന്നതും.